ബീഫില് വെള്ളം ഒഴിക്കാണ്ട് വേവിക്കണതാ, വിറകടുപ്പമേ. ബീഫ് ഒരു മാസം ഇരിക്കുന്ന അധികം വിദേശത്തേക്കാണ് പോണത്. ആൾക്കാർക്ക് കൊടുക്കുന്ന ഫുഡ് തന്നെയാണ് ഞങ്ങൾ കഴിക്കണത്. അതിന് പഠിക്കാറ് ഇവിടുത്തെ ഫുഡ് ഉണ്ടായിട്ട് കഴിക്കുന്നത്. അത് നമ്മുടെ ഒപ്പം തന്നെയാണ് കഴിക്കണ്ടായിരുന്നത്. ഇതില് വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ വേവിക്കണ ബീഫാണ്. ഒരു സിമ്പിൾ കട, പക്ഷെ നല്ല ഫുഡായിരിക്കണം. നല്ല മീൽസ് വിത്ത് സാമ്പാർ, മീൻ കൂട്ടാൻ, കൂട്ടുകറി, അതുപോലെ സ്പെഷ്യൽ ബീഫ്, പോർക്ക്, ചിക്കൻ പാർട്സ്, മീനിന്റെ വിഭവങ്ങൾ, ഇതെല്ലാം കിട്ടുന്ന ഒരു സ്പോട്ടാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, എനിക്ക് വന്നൊരു കമന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ സ്പോട്ടിക്കാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ വന്നത് കുറച്ച് കഷ്ടപ്പെട്ടു, കാരണം ഞാൻ ചക്ക സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി, പിന്നെ അവിടുന്ന് ഓട്ടോ എടുത്തിട്ടാണ് ഇവിടേക്ക് എത്തിയത്. അപ്പൊ ഈ വഴിക്ക് ഇപ്പൊ ബസ് ഇല്ല. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ബസ് ഇല്ലാത്തതൊക്കെ നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഊണ്, ബീഫ്, പോർക്ക്, ചിക്കൻ പാർട്സ്, കക്കപ്പഴ, കൊഴുവ, വറവ്, മീൻ വറുത്തത്. ഞാൻ ഇവിടെ മുന്നേ വന്ന ടൈമിൽ ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഇവിടെ ഗൂഗിൾ പേ ഒക്കെ വന്നു. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാം. ഇതാണ് ഇവിടുത്തെ വർഗീസേട്ടൻ. കടയുടെ പേര് വർഗീസേട്ടന്റെ കട. ഇത് ഇപ്പൊ എഴുതിയേക്കുന്നത് വർക്കേണ്ട വീട്ടിലുണ്ടെന്ന്. ആദ്യം ഹോട്ടൽ വർഗീസ് വർഗീസ്. അപ്പൊ എന്താ വർഗീസ് എന്നുള്ളത്? അല്ല, വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരുന്നില്ലാത്ത കാരണം ഞാൻ അതിനെ വർഗീസ് ആക്കിയത്. ഇപ്പൊ എല്ലായിടത്തും വീട്ടിലെ ഊണെന്ന് പറഞ്ഞു പലരും എന്റെ കട തെറ്റി പോവാണ്. അപ്പൊ പിന്നെ മുമ്പില് കടയുടെ ഫ്രണ്ടിൽ എഴുതി വെക്കാലോ വർക്കേണ്ട വീട്ടിലെ ഊണ്. അപ്പൊ കുറെ പേര് പോയവരെന്നെ തിരിച്ചു വരാണ്. കുറെ പേര് ഇത് നമ്മുടെ കടയാണോ എന്ന് ചോദിക്കുമ്പോ ഇവിടെ 2-3 പുതിയ കടകൾ വന്നവര് പറയണു ഇതാണ് വർക്കേണ്ട കട എന്ന് പറഞ്ഞിട്ട് അവരുടെ കടയിലേക്ക് കയറി ഭക്ഷണം കഴിച്ചു പോകുമ്പോഴാണ് അയ്യോ ഇത് തെറ്റിയില്ലോ, ഞങ്ങളുടെ കട ഇതല്ലല്ലോ എന്ന് പോണം. അപ്പൊ അതുപോലെ ബീഫായാലും പോർക്കായാലും നമ്മുടെ വർക്ക് ചെയ്യേണ്ട കട എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ തെറ്റി കയറുമ്പോ പറയും ഇത് തന്നെയാ കട എന്ന് പറഞ്ഞിട്ട് അവര് ഇതാക്കാം. അപ്പൊ പിന്നെ നമ്മളെ കടേനെ പറ്റിയിട്ട് അവരും കുറച്ച് ഇതാക്കി പറയുമ്പോ അവര് കയറി പോവാ. ഞാനിവിടെ മുന്നോന്ന് കഴിച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബീഫ് ഫ്രൈ ആയിരുന്നു. എന്താണ് നമ്മള് ബീഫില് വെള്ളം ഒഴിക്കാണ്ട് വേവിക്കണതാ, വിറകടുപ്പമേ, കുക്കറല്ല. നമ്മള് അധികം വിദേശത്തേക്കാണ് പോണത്. അത് കാരണം നമുക്ക് അങ്ങനെ വെച്ചാലേ കാര്യമുള്ളൂ. കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. പോർക്കും ബീഫും ഇതും എല്ലാതും വിറകടുപ്പമേ ഉണ്ടാക്കണ. ഒരു മാസത്തിന്റെ ഇടയ്ക്ക് വരെ ബീഫ് ഒരു മാസം ഇരിക്കുന്ന ഗൾഫുകാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഗ്യാരണ്ടി അല്ല, അവര് തന്ന ഗ്യാരണ്ടിയാ. നമുക്ക് ഒരു മാസം ബീഫ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഉപയോഗിക്കാം എന്നുള്ളത് അവര് പറഞ്ഞതാണ്, നമ്മൾ പറഞ്ഞതല്ല. അപ്പൊ അവര് ഇത് വർഗീസേട്ടൻ പറയണം, ആരും ഒന്ന് മേടിക്കായാലും ഇതൊരു മാസം ഇരിക്കും എന്നുള്ളത് പറഞ്ഞു. ഞങ്ങൾ തരാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് കാരണമാണ് നമ്മളത് പറഞ്ഞത്. വിദേശത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീവ് കഴിഞ്ഞ് പോണവര് 5 കിലോ 10 കിലോ വീതം പോർക്കായാലും ബീഫായാലും കൊണ്ടുപോകാറുണ്ട്. ഇപ്പൊ നമുക്ക് അധികം ഗൾഫ്, UK, ജർമ്മനി, ലണ്ടൻ, UK, ഫ്രാൻസ്, അമേരിക്ക, അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പൊ പറയുന്നുണ്ട് രണ്ടാമതും അമേരിക്കയിലേക്ക് പോകാൻ പറ്റില്ല എന്ന്, കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇതേവരെ നമുക്ക് വന്നിട്ടില്ല, സോർട്ടായിട്ടില്ല. എല്ലാവരും കൊണ്ടുപോകും. ഏകദേശം ഒരു ദിവസം എത്രത്തോളം കസ്റ്റമേഴ്സ് വരും? ഞങ്ങക്ക് ചോറ് ഒരു 5, 10, 40, 50 ചോറ പോവുള്ളൂ. നമുക്ക് അധികം ഇങ്ങനെയുള്ള സാധനങ്ങളെ പോകണം. പോർക്ക്, ബീഫ്, ചിക്കൻ പാർട്സ്, കൊഴുവ, കക്ക. ഷോപ്പ് ഓപ്പൺ ആവും? ഞാൻ 4 മണിക്കായിട്ട് സാധനം തുടങ്ങും, പണി തുടങ്ങും. ഒരു 7:30 ആകുമ്പോൾ എൻ്റെ കടയിലത്തെ ചായക്കുള്ള ഇതൊക്കെ തുടങ്ങുള്ളൂ. പിന്നെ ഭക്ഷണം തുടങ്ങുമ്പോ 11:30 ആവും. രാവിലെ എന്താണ് ചായക്ക് ഉണ്ടാവുക? ചായക്ക് ഇഡ്ഡലി, വെള്ളയപ്പം, കൊള്ളിക്കറി, കടല, അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെയാണ്. പിന്നെ ഈ നേരമൊക്കെ ആയാൽ ചിലര് പോർക്ക്, ചിക്കൻ പാർട്സ് ഒക്കെ വന്ന് ചോദിക്കും. അപ്പൊ അത് കൊടുക്കും. അപ്പൊ ഏകദേശം എത്ര മണി വരെ ഉണ്ടാവും? 3:30 വരെ ചോറുണ്ടാവും. നമുക്കിപ്പോ ഒരു ചെറിയൊരു ഇങ്ങനെ വിദേശത്തെ സമയം നോക്കിയിട്ടുള്ള ഒരു ഓഫീസിൽ നിന്ന് വന്നിരുന്നു. അത് കാരണം 3:30 വരെ ഭക്ഷണം ആക്കിയിട്ടുണ്ട്. നമുക്കൊരു പൈലറ്റാണ് ഏറ്റവും അധികം ബീഫ് കൊണ്ടുപോകുന്ന ആള് കോട്ടപ്പുറത്തുള്ളതാ, വിനോദ് എന്ന് പറഞ്ഞിട്ട്. ആള് അവിടെ ഗൾഫില് പൈലറ്റാണ്. ആളിപ്പോ അടുത്ത് വന്ന് പോയുള്ളൂ കഴിഞ്ഞ ആഴ്ചയില്. ആള് നമ്മുടെ ഒരു 5-6 കിലോ ഇതൊക്കെ കൊണ്ടുപോകുന്ന ആളാ. ആളുടെ ഒരു ബന്ധു കൊണ്ടുപോകും. ഇതേപോലെ ഏറ്റവും അധികം ആളാണ് കൊണ്ടുപോവാ വിദേശ രാജ്യത്തേക്ക്. ഇപ്പൊ ആള് 5 കിലോ ബീഫ് അങ്ങനെ വീതം നമ്മുടെ ഇത് കൊണ്ടുപോകും. അതൊരു കൊല്ലത്തിലൊരു 5-10 വട്ടമെങ്കിലും ആള് ഇവിടേക്ക് എത്തും കൊണ്ടുപോകാനൊക്കെ. പിന്നെ ആളുടെ മേമയുടെ മോനുണ്ട് അവിടെ. മേമയുടെ മോൻ എയർപോർട്ടിൽ ഇറങ്ങിയ ദിവസം വിളിക്കും, വർഗീസേട്ടാ ഞങ്ങൾക്ക് ഇറച്ചി മാറ്റി വയ്ക്ക്, വീട്ടിൽ കുന്നംകുളമാണ് ആളുടെ വീട്. അപ്പൊ പോണ വഴിക്ക് ഇതിലെ വന്നിട്ട് ഇറച്ചെടുത്തിട്ടാ പോവാ. പിന്നെ ലീവ് കഴിഞ്ഞ് പോകുമ്പോ ഒരു 5-6-7 കിലോ കൊണ്ടുപോകും. അതുപോലെ കുറെ പേര് കൊണ്ടുപോകണവരുണ്ട്. ഞങ്ങൾക്ക് കുറെ കസ്റ്റമേഴ്സ് അങ്ങനെയുണ്ട്. ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വിളിക്കും, ഇത്ര കിലോ. പിന്നെ ഒരു കല്ലൂരിൽ നിന്നുണ്ട്, അതുപോലെ കുന്നംകുളം,
ഈ അരനാട്ടുകാരുന്ന് നമ്മുടെ പൂത്തോളുന്ന്, പിന്നെ ഗുരുവായൂര്, കേച്ചേരി, പിന്നെ ചാവക്കാട്, വാടാനപ്പള്ളി, കോയമ്പത്തൂരിന്ന് വരെയുണ്ട്. കണ്ണൂര് ഒരു ഡോക്ടർ ഉണ്ട് കണ്ണൂരിന്ന്, നോയമ്പ് വീട് നമ്മുടെ ഇതാ ഇറച്ചി കൊണ്ടുപോയത്. അങ്ങനെ അപ്പൊ പറയാൻ പറ്റാത്ത വലിയ ആംബിയൻസ് ഒന്നുമില്ല, പക്ഷെ അവിടുത്തെ രുചി അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ കൊണ്ടുപോകണം. പഠിക്കേണ്ട വാക്കിൽ നിന്ന് എനിക്ക് കട വലുതൊന്നുമല്ല നമ്മുടെ മുന്നേ ഒരു ഏകദേശം ഒരു 1.5 വർഷം മുന്നേ വന്ന് കഴിച്ചെന്ന് തോന്നുന്നു. ഒരു ഫാദറിന്റെ പണം ഞാൻ വന്ന് കഴിച്ചത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി കഴിച്ചു നോക്കി പോകണം. അപ്പൊ കഷ്ടിച്ചോടെ ഒരു 10-12 പേർക്ക്, എത്ര പേർക്ക് ഏകദേശം ഇരിക്കാൻ പറ്റും? ഒരു 14-15 പേർക്ക് 14-15 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളിവിടെ വർഗീസിന്റെ നമ്പർ ഉണ്ട്. അപ്പൊ നിങ്ങളെ പറ്റണത് വിളിച്ചിട്ട് പറയാനാണ്. വിളിച്ച് പറയാന്ന് വെച്ചാൽ മാറ്റി വെക്കുള്ളൂ. ബുക്ക് ചെയ്യണതായാലും തലേദിവസം നമ്മൾ അറിയിച്ചേക്ക് മാത്രമേ ഓർഡർ എടുക്കുള്ളൂ. ഓർഡറൊക്കെ അങ്ങനെ എടുത്തിട്ട് ചെയ്യണം. നമ്മളിപ്പോ ഇന്ന വരെ ഇത്ര കാലമായിട്ട് ഭക്ഷണത്തില് 34 കൊല്ലം. ഈ ഡിസംബർ 14 വന്ന 34 കൊല്ലാവും. അപ്പൊ അതുവരെ ഞാനും അമ്മയും എന്റെ വൈഫും എന്റെ പെങ്ങളൊക്കെയാണ് ഇത് നടത്തിയിരുന്നത്. ഒരു കുടുംബത്തിലത്തെ എല്ലാവരും കൂടിയാണ് ഇത് നടത്തിയിരുന്നത്. ഇപ്പൊ എന്നെ സഹായിക്കാൻ വരുന്ന എന്റെ ചേട്ടത്തി, എന്റെ പെങ്ങള്, വേറെ 2 പെണ്ണുങ്ങളുണ്ട്. ഒരു കുടുംബക്കാര് മൊത്തമാണ് ചെയ്തായിരുന്നത്. ഇപ്പൊ എന്റെ വൈഫ് മരിച്ചു, 5 കൊല്ലായി. പിന്നെ മകളുണ്ട് ഒരാള്, അവളെ കല്യാണം കഴിഞ്ഞ് പോയി. മകനുണ്ട്, മകനിവിടെ ഒരു ചുമട്ട് തൊഴിലാളിയാണ്. ഞാൻ ഇതില് വന്നിട്ട് ഇതായി 34 കൊല്ലായി. അപ്പൊ മെയിൻ ആയിട്ട് ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നത് പഠിക്കേണ്ടത് തന്നെയാണോ? ഒരുവിധ സാമ്പാറ്, ഉപ്പേരി, ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കും. മറ്റുള്ള കൂട്ടുകാരി അപ്പോഴേക്കൊക്കെ ഇവരെത്തും. അപ്പോഴേക്കും അത് അവര് വന്നതിന് ശേഷം അവര് കൂടെ നമ്മളും കൂടി എല്ലാം ചെയ്യും. എന്റെ വൈഫാണ് ഈ ബീഫൊക്കെ ചെയ്തായിരുന്ന ആള് മരിച്ചു. പിന്നെ ഇതായി. പിന്നെ ഇത് വീടൊക്കെ നമ്മളൊക്കെ ഒന്ന് കടയൊക്കെ ഒന്ന് ഉഷാറാക്കണമെന്ന് വെച്ച് വരുമ്പോഴേക്കാണ് ആളുടെ മരണം, അമ്മയുടെ മരണം, പിന്നെ എനിക്ക് വയ്യാണ്ടായി, പിന്നെ മകളുടെ കല്യാണം. ഇത് എന്റെ വീടാണിത്, ഞാനിവിടെ താമസിക്കുന്നത്. അതെ അതെ അതെ. മകന് കുറച്ച് പട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ബസ്സൊക്കെ ഉണ്ടായിരുന്നു, 2 അങ്ങോട്ടും ഇങ്ങോട്ടും റിട്ടേണും ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയി തൃശ്ശൂർ പോകാനും വരാനും ഉണ്ടായിരുന്നു ബസ്. അതിപ്പോ കുറച്ച് നാളായിട്ട് അവര് മത്സരകളി അതുപോലെ വരാൻ തയ്യാറാവണില്ല. അതിലിവിടെ ആളില്ല എന്ന് പറഞ്ഞിട്ട്. ആൾക്കാരുണ്ട്, ഇല്ലാണ്ടല്ല, അവർക്ക് പോവാതിന് സൗകര്യം തോന്നിക്കുന്നില്ല. നമ്മുടെ കടയിലേക്ക് വരണമെങ്കിൽ ഒന്നുമല്ല, ഒരു ബസ്സിനല്ല വരുന്നവര്, കാറില് ബൈക്കിലൊക്കെ വരാം. കോട്ടയര ഇവിടെ ഇറങ്ങണം, പടിഞ്ഞാറ കോട്ടയം ഇറങ്ങിയിട്ട് അവിടുന്ന് ഒന്നാലും നടക്കാനുള്ള വഴിയുള്ളൂ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് 30 രൂപ പോയി. അപ്പൊ നമുക്ക് ഏറ്റവും ഇപ്പൊ ഈ കഴിഞ്ഞ ബുധനാഴ്ച കോയമ്പത്തൂരിന്ന് ഒരു വന്നിട്ട് 5 കിലോ ഇറച്ചി കൊണ്ടുപോയി. അത് വാടാനപ്പള്ളിയിലെ ചാവക്കാട് അങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. അവരെ ഒരു ബന്ധു വീട് അവരായിട്ട് ഏൽപ്പിച്ചിട്ട് വന്നതാണ്. പിന്നെ അധികം നമുക്ക് ഏറ്റവും അധികം പുറത്തേക്കാണെന്ന് മാത്രം, ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് നമുക്ക് പോണത്. ഗൾഫിക്ക് പോയിട്ടുണ്ട്? ഇല്ലില്ല, പോവാനുള്ള ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ് ഗൾഫിൽ പോകണമെന്ന്. ഗൾഫ് കണ്ടുവരാം, ഒരു 2 ആഴ്ചയെങ്കിലും പോണെന്നൊക്കെ തോന്നിയിട്ട് ഒരാളെ എന്നെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആള് എന്റെ ഇത്തിരി പൈസ ഒക്കെ മേടിച്ചു. പോകാനൊന്നും പറ്റിയില്ല. അപ്പൊ നമ്മൾക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, നമ്മളന്ന് പറഞ്ഞെങ്കിൽ അവര് കൊണ്ടുപോയേനെ. ഇപ്പൊ പറയായാലും എന്നെ വിളിക്കായാലും ഞാൻ ഒന്ന് പോയി കാണണമെന്നുണ്ട്. ഒരു 3 മാസത്തെ ഒരു വിസിറ്റിങ്ങിന് പോയി കണ്ടുവരണമെന്നുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവിടെ പോയിട്ട് ഒരു ജോലിയൊക്കെ ചെയ്ത് ഒരു വീടൊക്കെ ആവണം എന്നുള്ള ചെറുപ്പം മുതൽ ആഗ്രഹമായിരുന്നു. അത് ഇതായില്ലേ, 57 വയസ്സൊക്കെ ആയി. അപ്പൊ ഇനിയൊന്നും ഇതില്ല, ഇനി പോവാനൊന്നും പറ്റില്ല. എന്നാ പോയി കാണണമെന്നുണ്ട്. ഇതാവട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, നാവ് പൊന്നാവട്ടെ അല്ലേ. ഒന്ന് കാണണമെന്ന് ആശയുള്ളതാ ആദ്യമേ. പിന്നെ അത് തന്നെയല്ല നമുക്കിത്. പിന്നെ ഞാൻ ആദ്യം ചെറുപ്പത്തിൽ പറയും, ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി പെട്ടെന്ന് ഇതായി. അപ്പൊ ഞാൻ പറയും, വല്ല വിദേശികളെ നോക്കാൻ പോയാലും നമുക്കൊരു കാര്യമുണ്ട്. ആരെങ്കിലും അങ്ങനെ കൊണ്ടുപോയാലും ഞാൻ അവിടെ നിന്ന് അവരെ നോക്കി നമുക്കൊരു വീടാവണം പോരുന്ന കാലത്ത്. അങ്ങനെയൊക്കെ കുറെ ആഗ്രഹിച്ച ഒരാളാ. വീടൊന്നും ആയിട്ടില്ല, ഇനി ഇതൊന്ന് പണിത് ഇതിന്റെ മുകളിൽ 2 റൂമൊക്കെ എടുത്തൊരു വീടും അടിയിൽ ചെറിയ ഹോട്ടലൊക്കെ ആയി കൂടണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് ബീഫ്, ഇതിപ്പോ ആവണുള്ളൂ. ഇതിൽ വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ വേവിക്കണ ബീഫാണ്. അത് കാരണം ഇത് വിറകടുപ്പുമ്പോൾ തന്നെ വെള്ളം വറ്റണം.
എന്നാൽ തന്നെ നമുക്ക് വിദേശത്തേക്ക് കൊടുത്തേക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് കേടാവും. അത് കാരണം ഞങ്ങളിപ്പോൾ ഇതിൻ്റെ വെള്ളം ഇതിങ്ങനെ വറ്റി ഇതായാൽ മാത്രം നമുക്ക് ഇതിലേക്ക് ഇതിടാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇത് ഈ വെള്ളം ഇപ്പൊ ഇതിലുള്ള വെള്ളമാണ്, ഇത് നമ്മൾ ഒഴിച്ച വെള്ളമല്ല, ഇതിലുണ്ടാവുന്ന വെള്ളം. നമ്മൾ കുക്കറിലല്ല, വിറകടുപ്പ്. ഇപ്പൊ പോർക്ക് ഇത് വെന്ത് കയറി അങ്ങോട്ട്. ഇതിപ്പോ അതെ അതെ, ഇത് ഇത്രയേ ഉള്ളൂ നമുക്ക് സ്ഥലം. ചോറ് മാത്രം അവിടെ. അപ്പൊ ഇത് പോർക്ക്, പിന്നെ ഇത് ചിക്കൻ പാർട്സ് വെന്തിറങ്ങിയല്ല, ഇത് കക്ക. ഇത് കക്ക വെന്ത് ഇതായിണ്ട്. ചെറിയ കക്കയാണോ അല്ല, വലിയ കക്ക. ഇത് ചിക്കൻ പാർട്സാ. ഇത് അപ്പൊ ഇത് വെള്ളം വെച്ചാൽ ഇപ്പൊ ഞങ്ങള് ഇതാക്കും. ഇതാണ് നമ്മുടെ മസാല. നമ്മളിവിടെ പൊടിക്കണതാണ്, ഉണ്ടാക്കണ മസാലയാണ്. അപ്പൊ അത് നമ്മള് ഇതിലേക്ക് നമ്മുടെ അളവനുസരിച്ചിട്ടൊന്നും ഇതല്ല, നമ്മുടെ കൈയാണ് നമ്മുടെ അളവ്. കുരുമുളക് അതും നമ്മളിവിടെ പൊടിക്കണത് തന്നെയാണ്. നമ്മൾ ഒന്നും റെഡിമെയ്ഡ് മേടിക്കണില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പറ്റില്ല. അത് നമ്മുടെ ഇത് കാരണമാണ് നമുക്കധികം ഓർഡറുകൾ കിട്ടണേ. നമ്മുടെ സാധനങ്ങൾ ഇതിന് നമ്മുടെ കറികളിലോ മറ്റുള്ള ഐറ്റങ്ങളിലോ ഒരു ഇതും കയറ്റില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷണം തന്നെയാണ് ഞങ്ങൾ കഴിക്കണത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരുന്നവർക്ക് കഴിക്കണ പോലെ തന്നെയാണല്ലോ നമ്മുടെ പോലെ തന്നെ അവരും. അപ്പൊ അവര് പൈസ തന്നാലും നമ്മള് നല്ല ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ ഈ ഭക്ഷണങ്ങൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. അതിപ്പോ മക്കള് ചെറിയ കുട്ടികളായിരിക്കുമ്പോഴും ഇത് തന്നെയാണ്, ഇവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണമായിട്ട്. ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു പൊടി കലക്കിയിട്ട് കൂട്ടാനോ കട്ടിയിട്ടാനോ മറ്റുള്ള കറികൾക്കോ ഇതൊന്നും ചെയ്യില്ല. എല്ലാം ഞങ്ങള് നാളികേരം അരച്ചിട്ട് മറ്റുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. ഒരു 10 നാളികേരം വേണം കറിക്ക്, മീൻചാറിനും കൂട്ടുകറിക്കും ഉപ്പേരിക്കും ചട്നിക്ക് അടക്കാം. 10 നാളികേരം ദിവസം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഓർഡർ. ഇത് ഈ പെങ്ങള് ഞാൻ എൻ്റെ കട തുടങ്ങും കറിയുണ്ട്. ഇതെന്റെ ചേച്ചി എന്നെ സഹായിക്കാൻ വരുന്ന. പിന്നെ ഈ കുട്ടി ഇവിടെ വരുന്ന കുട്ടിയാ. വേറൊരു പെണ്ണും കൂടി ഉണ്ട്, ആളിന്റെ ലീവാണ് അകത്ത്. അത് ഒരു 3 ദിവസത്തേക്ക് ആള് വരുള്ളൂ. പിന്നെ ഇവരാണ് നമ്മളെ സഹായിക്കുന്നത്. 4-5 പേരുണ്ടല്ലേ? 4 പേര് പെണ്ണുങ്ങൾ. ഇവര് നമ്മുടെ ഇവരിത്. പിന്നെ വിറകമ്മയാണ് നമ്മളുണ്ടാകണ പുളിവിറകാണ്. ഇറച്ചിക്ക് ഇത് ചിക്കൻ പാർട്സൊക്കെ നമ്മള് ചേറൂര് വിമല കോളേജിന്റെ അവിടെ നിന്ന്. പിന്നെ ഇറച്ചി 2 ഭാഗത്ത് നിന്ന്, ഒന്ന് നമ്മുടെ ടൗണിൽ നിന്നും ഒന്ന് കണ്ടശാങ്കട വന്ന്, പിന്നെ പോർക്ക് കൊണ്ടുവരുന്നത് കുന്നത്താങ്കാടിയിൽ നിന്ന്, മീനൊക്കെ വാടാനപ്പള്ളിയിൽ നിന്ന്. ഇത് ചമ്മന്തി, ഗോവക്കായ ഉപ്പേരി, പരിപ്പ് മുറിച്ചകായ, കൂട്ടുകറി, അച്ചാറ്, മോര്. ഇത് സാമ്പാറും മീൻചാറ് വേണ്ട. എനിക്ക് മീൻചാറ്, സാമ്പാർ. നല്ല തേങ്ങിട്ട് പറ്റിച്ച അടിപൊളിയായിട്ടുള്ള മീൻചാറാട്ടോ. ഇനി ഇവിടുത്തെ സ്പെഷ്യൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പോർക്ക്, ബീഫ്, കക്ക ഫ്രൈ, ചിക്കൻ പാർട്സ് ആണ്. നമുക്ക് ആദ്യം ബീഫ് തന്നെ ഒന്ന് എടുത്ത് നോക്കാം. ബീഫ് നല്ല കറുത്തിട്ടാണ് ഇരിക്കണം. അത് ഈ സ്ലോയിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, ഈ വിറകടുപ്പിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരണത്. നല്ല അടിപൊളിയുണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് പറയില്ലേ ബീഫ്. അത്രയ്ക്ക് അടിപൊളിയുണ്ട് ബീഫ് ഫ്രൈ. പോർക്ക് നമുക്ക് കഴിച്ച് നോക്കാം. പോർക്ക് നല്ല ചൊക്കാന്ന് പറഞ്ഞിട്ടിരിക്കണേ. പോർക്കും ആളൊട്ടും മോശമല്ല, അടിപൊളിയുണ്ട്. ബീഫിന്റെ പോലെ തന്നെ പോർക്കിന്റെ രുചി അടിപൊളിയുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ബീഫ് ആയതുകൊണ്ട് തന്നെ ബീഫാണ് എനിക്ക് ഇത്തിരി അടിപൊളിയായിട്ട് തോന്നിയത്. പക്ഷെ പോർക്ക് ഒട്ടും മോശമല്ല, അടിപൊളിയുണ്ട്. നല്ല അടിപൊളി പോർക്കാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് കക്ക കഴിച്ച് നോക്കിയോ കേട്ടോ.
കക്ക കാണുമ്പോൾ ചെറിയ കക്കയായിട്ട് തോന്നും, പക്ഷെ വലിയ കക്കയാണ്. ഇതിന് ചെറുതായിട്ട് ഇങ്ങനെ അടിഞ്ഞിരുന്നിട്ട് ചെയ്തേക്കണം. അപ്പൊ ഈ വലിയ കക്കനെ ഡബിൾ ആക്കിയതാണ്. സംഭവം ചെറിയ കക്ക ഒന്നല്ല, വലിയ കക്കയാണ്. കക്ക ഫ്രൈയും അടിപൊളിയുണ്ട്. ചിക്കൻ പാർട്സ് ആണ്. ചിക്കൻ പാർട്സ് ഒട്ടും മോശമല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് നന്നായിട്ട് അടിപൊളിയായിട്ട് ബീഫാണ്. ബീഫും മുറക്കാണ് മസ്റ്റ് ട്രൈ. ഒട്ടും മോശമല്ല, അടിപൊളി തന്നെയാണ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് അടിപൊളിയായിട്ട് തോന്നിയത് ബീഫും മുറക്കാണ്. ചിക്കൻ പാർട്സ് നിങ്ങൾ കാണാം, നല്ല രീതിയിൽ മസാലയൊക്കെ പെട്ടിട്ടുണ്ട് കേട്ടോ. മല്ലിയിലാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള മസാലയാണ്. ഇവിടെ മസാല കൂട്ട് തന്നെ ഒരു വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ടേസ്റ്റ്. അപ്പൊ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാം. ഇതിനൊപ്പം വന്ന ഗോവക്കായ ഉപ്പേരി ആയാലും കൂട്ടുകറി ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഇതിനൊപ്പം വന്ന കൂട്ടുകറികളും ചമ്മന്തിയും ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക. പിന്നെ ഓവർ റേറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. 60 രൂപയ്ക്ക് ഒരു ഊണിന് വരുന്നുള്ളൂ. ഒന്നുപോലും ബാക്കിക്കാണ്ട് എല്ലാം ഞാൻ കഴിച്ചു. അടിപൊളിയാണ്. ബീഫ് ഫ്രൈ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ബീഫ് ഫ്രൈ ആണ്. എനിക്ക് ഓൾറെഡി ബീഫിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ പോർക്കും ഒരു ലെവലിലാണ് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പോർക്കിന്റെ നല്ല ചൊവ്വ ഇങ്ങനെ ചുവന്നിരിക്കുകയായിരുന്നു. കണ്ട ആരും കഴിക്കും, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ആ ഈ പോർക്കിന്റെ ഇരിപ്പനെ കണ്ട. പിന്നെ ബീഫ് ഇത്തിരി കറുത്ത കളർ പോലെ ഉണ്ടായിരുന്നു. അത് സ്ലോലി ഇങ്ങനെ കുക്ക് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ബർഗടുപ്പിലാണ് കുക്ക് ചെയ്യണത്. അതിൻ്റെ ഒരു ഇതാണ്. എന്തായാലും നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം. പിന്നെ കക്ക ഫ്രൈ ആണെങ്കിലും ചിക്കൻ പാർട്സ് ആണെങ്കിലും ടോപ്പ് നമ്പർ 1 തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും കഴിക്കുക. അപ്പൊ ഈ സ്പോട്ട് ആണത് പൂത്തോള് അണ്ണാട്ടിലേക്ക് തിരിയണ ജംഗ്ഷനിലാണ് വടക്കേട്ടന്റെ ഊണുകട. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തായാലും വടക്കേട്ടന്റെ വീട്ടിൽ ഊണ് എന്തായാലും ട്രൈ ചെയ്യണം. ഞാൻ ഫുൾ ഗ്യാരണ്ടി തരുന്നു, അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കുറച്ച് മുന്നേ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് കൊടുക്കുന്ന ഫുഡ് തന്നെയാണ് ഞങ്ങൾ കഴിക്കണത്. അതിന് ഉദാഹരണമായിട്ട് പഠിക്കാട്ട് തന്നെ ഇവിടുത്തെ ഫുഡ് ഉണ്ടായിട്ട് കഴിക്കുന്നുണ്ട്. അത് നമ്മുടെ ഒപ്പം തന്നെയാണ് കഴിക്കണ്ടായിരുന്നത്. അപ്പൊ പഠിക്കാൻ വളരെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവട്ടെ. ഫുഡൊക്കെ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ശരി, ആ വീഡിയോ പിന്നെ പറയാനുള്ളത് അടിപൊളിയായിട്ട് ബീഫ് ഫ്രൈ, പോർക്ക് പോസ്റ്റ് നമ്പർ കക്കടിച്ച് ചിക്കൻ പിന്നെ പോസ്റ്റ് അപ്പൊ എന്തായാലും ഇനി കുട്ടിയെ വളർത്താൻ ഇനി ഇവിടെ കഴിച്ചിട്ടുള്ള താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രോം ഫുഡി ടോം.